പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവുമായുള്ള ദെബോറയുടെ അഭേദ്യമായ ബന്ധം എന്ന തലക്കെട്ടോടെ ദെബോറ എന്ന കഥാപാത്ര പഠനത്തിന്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടും ആദരവോടും അത്യധികം സ്നേഹത്തോടും കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവവുമായുള്ള ദെബോറയുടെ ശ്രദ്ധേയമായ ബന്ധം വിശ്വസ്തതയുടെയും അടുപ്പത്തിന്റെയും അനുസരണത്തിന്റെയും ഉജ്ജ്വലമായ ഉത്തമ ഉദാഹരണമാണ്. ഒരു പ്രവാചകയും ന്യായപാലക എന്ന നിലയിലും ദൈവവുമായുള്ള ദെബോറയുടെ ബന്ധം ദൈവിക സ്വഭാവത്തെയും പരമാധികാരത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിൽ വേരൂന്നിയതാണ്. തന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ദൈവിക പരിപാലനം തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ ശക്തിയെയും വിജയത്തെയും കുറിച്ചുള്ള ദെബോറയുടെ പ്രഖ്യാപനങ്ങൾ ദൈവശക്തിയോടുള്ള ആഴമായ ആദരവും ദയയും വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ നേതൃത്വം ആരംഭിക്കുന്നത് ദൈവഹിതത്തിന് കീഴടങ്ങുന്ന ഒരു നിലപാടിൽ നിന്നാണെന്ന് ദെബോറ നമുക്ക് കാണിച്ചു തരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കുവാൻ നമ്മെ ദെബോറയുടെ ജീവിതം പ്രേരിപ്പിക്കുന്നു. ഫലപ്രദവും വിശ്വാസപൂർണവുമായ ഒരു ജീവിതം പ്രത്യക്ഷമാകുന്നത് ദൈവത്തോട് ആത്മബന്ധം ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്. വ്യക്തിപരമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ആ വ്യക്തിയെ തന്റെ കയ്യിലെ നല്ലൊരു പാത്രമായി ദൈവം മെനയുന്നു. ആമേൻ, സ്തോത്രം. സാഹചര്യങ്ങൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ആ ബന്ധത്തിൽ ഒരു വിള്ളൽ വരുത്തുവാൻ സാധ്യമല്ല എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ആണിത്. ഇതുപോലെ നാം ഓരോരുത്തരും ഉറച്ച വിശ്വാസം ഉള്ളവരായിരിക്കാൻ നമ്മുടെ വലിയവനായ കർത്താവായ യേശുക്രിസ്തു സഹായിക്കുമാറാകട്ടെ. നല്ല പോരാട്ടം പോരാടുവാനും വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീതിയുടെ കിരീടം പ്രാപിക്കുവാനും ഒരു ദൈവ പൈതലിനെ പൂർണ്ണ സജ്ജമാക്കുന്നത് ആ അഭേദ്യമായ ബന്ധമാണ്. ദൈവിക തിരഞ്ഞെടുപ്പിനെ മാനിക്കുവാൻ ദെബോറയ്ക്ക് ആയതിനാലാണ് അനുഭവങ്ങളുടെ വലിപ്പത്തിൽ ആശ്രയിക്കാതെ അത് പ്രാപ്തനാക്കിയ ദൈവത്തിൽ തന്റെ ഹൃദയം പതിപ്പിക്കുവാൻ ദെബോറയ്ക്കായത്. അപ്പോസ്തലനായ പൗലോസ് തുടങ്ങി അനേക വിശ്വാസ വീരന്മാർ തങ്ങളുടെ സുഖസൗകര്യമേഖല വിട്ടുകൊണ്ട് പുതിയതിനെ എത്തിപ്പിടിക്കാൻ തങ്ങളാൽ പ്രാപ്തമാകാത്ത എന്നാൽ ദൈവത്താൽ പ്രാപ്തമാണെന്ന് ഉറപ്പുള്ളതിനെ അറിഞ്ഞതും അനുഭവിച്ചതും ആദ്യം ദൈവത്തെ വ്യക്തമായി അറിഞ്ഞതിന്റെയും അനുഭവിച്ചതിന്റെയും ഫലമായാണ്. ദൈവമായ യഹോവയെ നല്ല സുഹൃത്തായി, നല്ല സഖിയായി, കൂട്ടുകാരനായി കരുതിയ കർത്താവ് അപ്രകാരം സാക്ഷ്യം പറഞ്ഞ അനേകരെ നാം തിരുവചനത്തിൽ കാണുന്നു. പഴയ നിയമം പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാർക്ക് ദൈവമായ കർത്താവിനോട് പ്രത്യേകമായ ബന്ധമുള്ളതായി നാം കാണുന്നു. പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും ദൈവം തന്നെ ലഭ്യമാക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ചുരുക്കമായി കാണുന്ന ഒന്നായിരുന്നു. കൊള്ളാകുന്ന ഒരു ശേഷിപ്പ് എന്നും എവിടെയും ദൈവം തനിക്കായി നിലനിർത്തുന്നു. തിരുവചനത്തിലെ ഉദാഹരണങ്ങളിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിക്കുന്നതായി നാം വായിക്കുന്നു. ദൈവവുമായി മുഖാമുഖം സംസാരിക്കുവാൻ കഴിഞ്ഞു എന്ന മഹനീയ സത്യം മോശയിലൂടെ നാം പഠിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന ഉത്തമ സാക്ഷ്യം ഒരു കാലത്ത് കേവലമൊരു ആട്ടിടയനായിരുന്ന പിന്നത്തേതിൽ ഇസ്രായേലിന്റെ രാജാവായി തീർന്ന ദാവീദ് വിളിച്ചോതുന്നു. പോരാട്ടങ്ങളുടെയും പ്രതികൂലത്തിന്റെയും നടുവിലും തന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും അനുസരണയിലും ഉറ്റിരിക്കുന്ന ഒരു ദാനിയേലും സഹായമേറുന്ന കരങ്ങളിൽ വിശ്വസിച്ച ഏലിയാവുമൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്ന പാഠം
അവരെ നയിച്ച ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ്. ഈ ഗുണവിശേഷതകൾ ഒത്തിണങ്ങിയതായി നാം ദെബോറയിലും കാണുന്നു. ദൈവവുമായി നേരിട്ട് സംസാരിക്കുവാൻ ആകുന്നതാണ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രമാത്രം വലിയതാണെന്ന് മനസ്സിലാക്കി തരുന്നത്. ദെബോറയ്ക്ക് അക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും വന്നതായി നാം കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവുമായി അഭേദ്യമായ ബന്ധം ഉടലെടുക്കുന്നത് നാം എത്രയധികം സമയം കർത്താവുമായി ചിലവിടാൻ മനസ്സുള്ളവർ ആണെന്നുള്ള അളവിൽ ആശ്രിതമായിരിക്കുന്ന വസ്തുതയാണ്. ദെബോറയെ മാതൃകയാക്കി നമുക്കും കർത്താവിന് നമ്മോട് എന്താണ് പങ്കിടുവാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം മുമ്പോട്ടു പോകുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് വലിയവനായ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.